ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുവാണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് B2 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് എന്തൊക്കെയാണെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉപകാരപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്സിനൊരു അനുഭവം വന്നു. എനിക്കറിയാവുന്ന ഒരാൾക്ക് അനുഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് എല്ലാവർക്കും അറിയത്തില്ല. ഇത് കുറേ കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായെന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ തുടക്കത്തിൽ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിയുക B2 കഴിയുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് എന്താണെങ്കിലും നേരെ വീഡിയോയിൽ കിടക്കാം കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ B2 പഠിച്ചു കഴിയും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു, നമ്മളത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് B2 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഗോയിത്തേലൊന്നും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല, ഇനിയിപ്പം എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ B2 കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റസ്റ്റേഷന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് 10 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് 10 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ ഞാൻ ചെയ്യാൻ കൊടുത്തോണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന 10 ദിവസം വേണം നമുക്ക് അറ്റസ്റ്റേഷൻ എന്ന് വെച്ചാൽ 10 വർക്കിംഗ് ഡേയ്സ്. നമ്മുടെ അവധി ദിവസങ്ങൾ കൂട്ടത്തില്ല, അല്ലാതെ 10 ദിവസം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതാണ് ട്രാൻസ്ലേഷന് കൊടുക്കണം. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ട്രാൻസ്ലേഷൻ കൊടുക്കണേന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ ജർമ്മനിയിൽ ചെന്ന് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് ചെയ്ത് നമ്മൾ നേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നമുക്ക് അവിടുന്ന് വേണ്ടത്ര സാലറി കിട്ടുന്നില്ല, നമുക്കില്ലെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആർക്ക് പരാതി കൊടുക്കും? ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം, നാട്ടിലാണെങ്കിൽ നമുക്ക് ആർക്കാ പരാതി കൊടുക്കേണ്ടതെന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ജർമ്മനി ചെന്ന് കഴിയുമ്പോൾ അവിടെ ആർക്കാ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ്, ആരുടെ മുമ്പിൽ ഇത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പരാതി കൊടുക്കേണ്ടത് നമുക്കെല്ലാം ഒന്നും പിടിപാടുണ്ടാവത്തില്ല. നമുക്ക് ചിലപ്പോൾ ഒരാളെങ്ങാനും അറിയാം, അത്രയ്ക്കല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാലും. പിന്നെ അപ്പം നമ്മൾ അതിന് വേണ്ടിയാണ് ഈ പുറകിൽ ഒരു അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ പുറകിൽ ഇവിടെ സീലും നമ്മുടെ ഗവൺമെൻറ് എല്ലാം ഉണ്ടാകും. അപ്പം അത് നമ്മൾ ട്രാൻസ്ലേഷൻ നമ്മൾ കൊടുക്കുന്നു എന്ന് വെച്ചാൽ അറ്റസ്റ്റേഷൻ അതാണ്. നമുക്ക് ആർക്ക് പരാതി കൊടുക്കും? നമുക്ക് ജർമ്മനി പരാതി കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ പുറകിലൊരു സിമ്പിളും സീലും സൈനും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് അച്ചടിച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പം സിഗ്നേച്ചറൊക്കെ ഇട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ. അപ്പം അവർക്ക് നമ്മൾ പരാതി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി അവർ പരിഹരിക്കും. നമ്മുടെ പരാതിക്ക് വേണ്ടി അവർ ജർമ്മനിയുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ പരാതി അവരാണ് പരിഹരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി നുഴയാനൊന്നും പറയാനൊന്നും പോകണ്ട. അപ്പം അവർ നമുക്ക് വേണ്ടി വാദിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഇപ്പം 10 +2 എല്ലാം നമ്മൾ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. നമ്മൾ ഏത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഏത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഇല്ലേ പാസ്പോർട്ടും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. എന്തിലേക്ക്? ജർമ്മൻ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. നമ്മളിപ്പം വേറെ രാജ്യത്തല്ലേ, ജർമ്മനിയിലേക്കല്ലേ പോകണം. അപ്പം ജർമ്മനിക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അവിടെ നമ്മൾ സംസാരിക്കുമ്പോഴും പിന്നെ ഉച്ചരിക്കുന്നതിനും പിന്നെ കുറേ വാക്കുകൾക്കും അങ്ങനെ കുറേ വ്യത്യാസമുണ്ടല്ലോ. ഈ സ്പെല്ലിങ് മാത്രമല്ലേ കറക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം വ്യത്യസ്തമല്ലേ. അപ്പം നമ്മൾ അവിടുത്തെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ ജർമ്മനിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പം ഇത് രണ്ടും നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം അറ്റസ്റ്റേഷൻ ചെയ്യുകയും പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്യുകയും. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വന്നെന്ന്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പ്രോസസ്സിങ് കൊടുക്കുക. നമ്മൾ B2 കഴിഞ്ഞു, നമ്മൾ B2 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞു, ഇല്ലെങ്കിൽ നമ്മൾ ഗോയിത്തെ കഴിഞ്ഞു. അപ്പം നമ്മളൊരു പ്രൈവറ്റ് ഏജൻസിയിൽ കൊടുക്കുക. പ്രൈവറ്റ് ഏജൻസിയിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി, നമ്മൾ പാസ്സായി. പക്ഷെ അപ്പോഴൊന്നും ആ ഹോസ്പിറ്റലുകാരും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല, പ്രൈവറ്റ് ഏജൻസിക്കാരും ചോദിക്കുന്നുണ്ടാവത്തില്ല ഈ അറ്റസ്റ്റേഷൻ ചെയ്തു ട്രാൻസ്ലേഷൻ ചെയ്തൊന്നും ചോദിക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവർ പെട്ടെന്ന് പറയും, നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്തായിരുന്നോ, നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്തായിരുന്നോ എന്ന് അവർ പെട്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാനില്ല. കാരണം 10 ഡേയ്സ് വേണം അറ്റസ്റ്റേഷൻ ചെയ്യാൻ. പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ നമുക്ക് ചെയ്തു തരുന്ന ആൾ എത്ര ദിവസം പറയുന്നത് നമുക്കറിയത്തില്ല. അപ്പം നമുക്കത് അവർ ചിലപ്പോൾ 2-3 പേരില്ല ഒന്നിലധികം ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ മുമ്പിൽ ഇരിക്കുമായിരിക്കും, നമ്മൾ വരുന്നതിന് മുമ്പുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പം അവരുടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയം എടുക്കില്ലേ, എന്തായാലും നല്ല ഡിലേ എടുക്കും. അപ്പം നമുക്കുള്ള സമയം പോവും. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ B2 കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ B2 നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ അറ്റസ്റ്റേഷനും ട്രാൻസ്ലേഷനും കൊടുക്കണം.
പിന്നെ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ ഇച്ചിരി ഡിലേ എടുത്തിട്ടാണെങ്കിലും ചെയ്താൽ മതി. എന്നുവെച്ചാൽ സമയം ഉണ്ടല്ലോ നമ്മൾ B2 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്, നമ്മൾ ഇത് രണ്ടും ചെയ്തു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു പ്രോസസ്സിങ്ങിന് കൊടുത്തേക്കുന്ന ആൾക്കാരിലേക്ക് നമ്മളിപ്പം ഏതെങ്കിലും ഒരു FHAക്കിൽ ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് കിട്ടിക്കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അയച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എപ്പം ഇൻ്റർവ്യൂ പാസ്സായിട്ട് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ, ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ അറ്റസ്റ്റേഷൻ ട്രാൻസ്ലേഷനും കൊടുത്താൽ മതിയോ എന്നൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കൊരറിയാവുന്ന ഒരാളുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി, കാരണം ഇത് ഒത്തിരി പേർക്ക്, എനിക്ക് 2 പേർ ഞാൻ പറയാം, എനിക്ക് ഇതിനു വേണ്ടി പറയുന്നൊന്നും അല്ല കേട്ടോ, തള്ളി മറിക്കണമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ ഒരു എനിക്ക് അറിയാവുന്ന 2 പേർക്ക് അനുഭവം വന്നു. FHA കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ, കാരണം ചില ഹോസ്പിറ്റലിൽ അറ്റസ്റ്റേഷൻ ട്രാൻസ്ലേഷൻ ഒന്നും ചോദിക്കുന്നവരില്ല, ചില ഹോസ്പിറ്റലിൽ ചോദിക്കാറില്ല. അപ്പം അവർക്ക് എന്താ പോകാറാകുമ്പോഴത്തേക്കും ആയിരിക്കും ഇപ്പോൾ അവർ പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് വേണമെന്ന് പറയുന്നത്. അപ്പം അവർക്ക് 2 പേർക്കും വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്കത് അറിയത്തില്ലായിരുന്നു ചേച്ചി, എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോൾ, ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇവരൊന്നും പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഇത് വേണമെന്ന്, അപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പോൾ എങ്ങനെ ചേച്ചി പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പോകാൻ കുറച്ച് നാളുണ്ടല്ലോ, അവർക്ക് കയറി പോകാൻ കുറച്ച് സമയം ഉള്ളത് കൊണ്ട് ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കുക ചെയ്തേ അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മൾ വെപ്രാളം പിടിച്ചു ഓടിപ്പിടിച്ചു എന്ന് നമ്മൾ ചെയ്യാതെ നമ്മൾ B2 കഴിയുമ്പോൾ തന്നെ പോയി അങ്ങ് ട്രാൻസ്ലേഷനും അറ്റസ്റ്റേഷനും കൊടുത്തേക്കാം. പിന്നെ അറ്റസ്റ്റേഷൻ ചെയ്യുന്നതിന് എത്ര പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4000 രൂപ എന്നാടാ ഞാൻ എൻ്റെ അറ്റസ്റ്റേഷൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പം അറ്റസ്റ്റേഷന് കൊടുത്തേക്കുന്നത് അറ്റസ്റ്റേഷൻ ചെയ്ത് എനിക്ക് കിട്ടി. ഇപ്പം 4500 രൂപ കൊടുത്തത്. ഞാൻ കൊടുത്തത് അരീക്കൽ എന്ന് പറയുന്ന സ്ഥലപ്പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അരീക്കൽ എന്ന് പറയുന്ന എവിടെ കേട്ടോ കൊടുത്തേ. പിന്നെ ഞാൻ വേണമെങ്കിൽ അരീക്കലിൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ട്രസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഏജൻസി വേണം. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ പഠിച്ച അസിസി എന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ അസിസിയിൽ നമുക്ക് ട്രസ്റ്റായിട്ട് നമ്മളോട് പറയുന്നത് അരീക്കൽ കൊണ്ടുപോയി ചെയ്യാനാണ്. കാരണം നമ്മുടെ ഓഫീസിൽ നിന്ന് നമുക്കൊരു ട്രസ്റ്റ് പറയുമ്പോൾ നമ്മൾ അവിടെയല്ലേ കൊണ്ടുപോയി കൊടുക്കുക. അപ്പം ഞാൻ അരീക്കലാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ഇത്ര രൂപ 10 വർക്ക് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ B2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. കാരണം നമുക്ക് എപ്പോഴാണ് ചോദിക്കുന്നതെന്നൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കൊടുത്തു. ഇനി ട്രാൻസ്ലേഷന് ഉടനെ തന്നെ കൊടുക്കണം. നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒന്നും ആയില്ല, B2 ഫുൾ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയില്ലെങ്കിലും സാരില്ല, നമ്മൾ കൊടുത്തേക്കാം. നമ്മളിപ്പം 2 മൊഡ്യൂൾ വെച്ച് ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഏതെങ്കിലും ഇപ്പം ഞാനെന്നില്ല, ഇപ്പം നിങ്ങളാണെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കുമല്ലോ കൊടുക്കണേ. അപ്പോൾ അവർ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടേ. അപ്പം ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ ഇപ്പം ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കും കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഉടനെ കൊടുക്കുന്നത്. അപ്പം അറ്റസ്റ്റേഷനും ട്രാൻസ്ലേഷനും നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചെയ്തേക്കുക. അപ്പം എൻ്റെ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം +2 കഴിഞ്ഞ് എന്താ ജർമ്മൻ ലാംഗ്വേജ് കഴിയുമ്പോൾ ആദ്യം എന്താ B2 കഴിയുമ്പോൾ എന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അറിയില്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പം പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.